ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1850 ദിവസമായ ഇന്ന് 2026 ജൂൺ മാസം 8 തിങ്കളാഴ്ച, 1201 ഇടവമാസം 25 ഗുരുവചനങ്ങളിലൂടെ മനുഷ്യൻ ധർമ്മതൽപരനായിരിക്കണം. അവൻ ധർമ്മത്തെ അറിയുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും മറ്റുള്ളവർക്ക് ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്യണം. അവൻ്റെ എല്ലാ പ്രവൃത്തിയും ധർമ്മമായിരിക്കണം. ധർമ്മമാണ് ലോകത്തെ നടത്തുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ നടരാജഗുരു എഴുതിയ ഗുരുവിരൽ എന്ന പുസ്തകത്തിൽ ലക്ഷ്യവും മാർഗവും എന്ന ദ്വൈതം എന്ന് വിവരിക്കുന്നതിൻ്റെ 16ാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ഗുരുവിരലിലെ ജ്ഞാനരഹസ്യത്തിലാണ് ലക്ഷ്യവും മാർഗവും വന്ന് ഒന്നായിത്തീരുന്നത്. ജ്ഞാനവും കർമ്മവും തമ്മിലുള്ള പൊരുത്തക്കേട് ഇല്ലാതായിത്തീരുന്നത്. ഇവിടെ വ്യാവഹാരികം, പാരമാർത്ഥികം, കാര്യസത്ത, കാരണസത്ത എന്നിങ്ങനെയുള്ള പ്രകടമായ വൈരുദ്ധ്യമുണ്ടെന്ന് തോന്നുന്ന ദ്വൈതങ്ങളും അതുപോലെയുള്ള മറ്റനേകം ദ്വൈതങ്ങളും ഒരു പ്രഹേളികയല്ലാതായിത്തീരും. ഈ ദ്വൈതങ്ങളിലെല്ലാം ഉള്ള ഉഭയഭാവിതത്വം പരസ്പര പൂരക സ്വഭാവമുള്ളതാണെന്നും വെളിപ്പെടും. മേൽപ്പറഞ്ഞ സ്വയം സിദ്ധമായ നിജസ്ഥിതിയുടെ സ്വരൂപം വെളിവാകുന്നതോടുകൂടി ചിന്തയുടെ ഉപാധികളായി നാം സ്വീകരിച്ച ദ്വൈതഭാവങ്ങളെല്ലാം അസ്തംഗമാവുകയും ഒരു വൈരുദ്ധ്യവും തലപൊക്കാത്തവണ്ണം അദ്വൈതബോധം തെളിയുകയും ചെയ്യും. ഏവർക്കും നന്മ നിറഞ്ഞൊരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.